Okay, good morning, everyone. Welcome you all to today's live session. ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ സംഘടിപ്പിച്ചത് HST ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ്. ഇപ്പോൾ എക്സാമെല്ലാം കഴിഞ്ഞു, ഷോർട്ട് ലിസ്റ്റ് വന്നു. ഇപ്പോൾ ഇതിന് ശേഷം ഇനി ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്റർവ്യൂവിലെ മാർക്ക് കൂടി കണക്കാക്കിയിട്ടാണ് പിന്നീട് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇപ്പോൾ എല്ലാവരും വളരെ ശുഭപ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇന്റർവ്യൂ കൂടെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ അതിൻ്റെ മാർക്ക് കൂടെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാവും നമ്മുടെ റാങ്ക് നിർണ്ണയിക്കപ്പെടുക എന്നത് കൊണ്ട് തന്നെ ഇന്റർവ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ HSI ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രൊസീജിയറൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാകും. നിങ്ങൾ ഓൾറെഡി ഒരു ബയോഡാറ്റ നിങ്ങൾ ഫില്ല് ചെയ്ത് അവിടെ ഏൽപ്പിക്കും. അപ്പോൾ അത് ഇന്റർവ്യൂ ബോർഡിൻ്റെ കയ്യിൽ നിങ്ങൾ ചെല്ലുമ്പോഴേക്കും നിങ്ങളുടെ ഈ ഒരു ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഇൻട്രസ്റ്റും അതുപോലെ മറ്റൊക്കെ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ഒക്കെ അടങ്ങുന്ന ഡാറ്റ ഇന്റർവ്യൂ ബോർഡിൻ്റെ അടുത്തെത്തും. അപ്പോൾ അത് വെച്ചുകൊണ്ടും അവരുടെ ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ബയോഡാറ്റയൊക്കെ ഫിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ജെനുവിനായിട്ട് അത് ചെയ്യുക. നമ്മുടെ ഇൻട്രസ്റ്റ് ആകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ ഒക്കെ വളരെ ജെനുവിനായിട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു കാര്യം ഇല്ലെങ്കിൽ അതെന്തുകൊണ്ട് ഇല്ല എന്നൊന്നും ചോദിക്കില്ല. പക്ഷെ നമ്മളുണ്ട് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഏത് കാര്യവും പ്രത്യേകിച്ച് ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ്, ഡാറ്റ അതെല്ലാം വളരെ ജെനുവിൻ ആയിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ നിങ്ങൾക്കറിയാം. ഇന്റർവ്യൂ ബോർഡ് എന്ന് പറയുന്നത് PSC മെമ്പർ ഉണ്ടാകും അതിനകത്ത്, അതുപോലെ സബ്ജക്റ്റ് എക്സ്പേർട്സ് ഉണ്ടാകും. ഇപ്പോൾ 2-3 ആളുകളൊക്കെ അടങ്ങുന്ന ഒരു ബോർഡായിരിക്കും നമ്മളെ ഇന്റർവ്യൂ ചെയ്യുക. മിക്കവാറും ചിലപ്പോൾ 2 ആളുകളായിരിക്കും ഉണ്ടാവുക. ഒരു PSC മെമ്പറും അതുപോലെ ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ടും ഉണ്ടാകും. അപ്പോൾ PSC മെമ്പർ എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും നമ്മോട്. അപ്പോൾ ഇത് ആ ബോർഡിനകത്ത് ഉൾപ്പെടുന്ന ആളുകളെ അനുസരിച്ചാണ് അതിലെ ചോദ്യങ്ങളും അതുപോലെ അവരുടെ അപ്രോച്ചും ഒക്കെ ഉണ്ടാവുക. ചില ആളുകൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും നിങ്ങളോട് ഇടപെടുക. മിക്ക ഇന്റർവ്യൂസിലും അങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റ് എക്സ്പേർട്ട് അവരുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ആളുകൾ പോയട്രി, അതല്ലെങ്കിൽ ക്രിറ്റിസിസം, അതല്ലെങ്കിൽ ഗ്രാമർ ആൻഡ് ഫോണറ്റിക്സ്, അപ്പോൾ ഇങ്ങനെയൊക്കെ അവരുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകും. ആ ഭാഗം കൂടുതൽ ചോദ്യങ്ങൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റ് എക്സ്പേർട്ടിൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റും നമ്മൾ ഇതിനകത്താണോ കൂടുതൽ നമുക്ക് അവഗാഹം ഉള്ളത് അതും ചേർന്ന് വരുമ്പോൾ നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് നമ്മൾ തിയറിയിൽ വളരെ മോശമാണെന്ന് കരുതുക, അതല്ലെങ്കിൽ നമുക്ക് വലിയൊരു ഐഡിയ തിയറീസുമായിട്ടില്ല. എന്നാൽ ഈ ഇരിക്കുന്ന ആൾ അത്തരത്തിൽ തിയറിയിലാണ് കൂടുതൽ താല്പര്യമുള്ളത് എങ്കിൽ ചിലപ്പോൾ ഒരുപാട് അത്തരം ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ അപ്പോൾ നമുക്കറിയാത്ത ചോദ്യങ്ങൾ വരികയാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ഇമ്പാരസ്ഡ് ആവേണ്ട ആവശ്യമില്ല. വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് നമുക്ക് അത് ഡീൽ ചെയ്യാൻ പറ്റണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എല്ലാ ചോദ്യങ്ങൾക്കും അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ആൻസർ പറയണം എന്ന വാശിയൊന്നും അവർക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല. ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ അറിവ് ചെക്ക് ചെയ്യാൻ മാത്രമുള്ള ഒരു കാര്യമല്ല. നമ്മുടെ അറിവും അതുപോലെ സബ്ജക്റ്റിലുള്ള നമ്മുടെ എക്സ്പെർട്ടൈസും ഇതെല്ലാം നമ്മൾ റിട്ടൺ എക്സാമിൽ പ്രൂവ് ചെയ്തതാണ്. ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് വേറെ കുറേ കാര്യങ്ങൾ കൂടെ അസസ് ചെയ്യാനാണ്. എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്, ദ വേ വി പ്രസന്റ് അവർ സെൽസ്, ദ വേ വി ക്യാരി അവർ സെൽസ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ചോദ്യങ്ങളോട് എപ്രകാരത്തിലാണ് ചില ആളുകൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകും, അസഹിഷ്ണുത കാണിക്കും. അപ്പോൾ അതൊന്നും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഇൻ കേസ് നമുക്ക് അറിയാത്ത ചോദ്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ നമ്മെ പ്രൊവോക്ക് ചെയ്യാൻ പോലും അത്തരത്തിൽ ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പോഴൊക്കെ നമ്മൾ വളരെ കാമായിരിക്കണം, കമ്പോസ്ഡ് ആയിരിക്കണം, വളരെ കൂളായിട്ട് നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റണം. അറിയാത്ത കാര്യങ്ങൾ വളരെ ഫ്രാങ്ക് ആയിട്ട് നമുക്കറിയില്ല എന്ന് സമ്മതിക്കണം. അതിൽ തർക്കത്തിലേക്ക് പോകരുത്. അപ്പോൾ ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ അപ്രോച്ചും നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇതെല്ലാം ഒരു ടീച്ചർക്ക് ആപ്റ്റാണോ ഫിറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ കൂടിയുള്ളതാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ മാസ്റ്ററി ഓവർ സബ്ജക്റ്റ് കണ്ടന്റ് അത് ചെക്ക് ചെയ്യാനുള്ളതല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക.
അപ്പം അതുകൊണ്ട് നമ്മൾ എത്രമാത്രം ശരിയായ ആൻസർ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മൾ എങ്ങനെ പറയുന്നു, നമ്മൾ ഭാഷ എങ്ങനെ ഉപയോഗിക്കുന്നു, നമ്മൾ കോൺഫിഡൻ്റ് ആണോ, ഒരു ടീച്ചറുടെ ക്വാളിറ്റീസ് നമ്മളിലുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഇൻ്റർവ്യൂ. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പം നമുക്ക് കുറേയേറെ പഠിച്ച് നിങ്ങൾ ടെൻസ്ഡ് ആയിട്ടൊന്നും ഇൻ്റർവ്യൂവിന് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സാമിന് പഠിച്ച പോലെ സിലബസ് എല്ലാം ഫുള്ള് കവർ ചെയ്ത് കുറേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വായിച്ച് അങ്ങനെയൊന്നും നമ്മൾ ഒരുപാട് പ്രിപ്പയർ ചെയ്ത് ഇൻ്റർവ്യൂവിന് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഗ്രാമറ്റിക്കൽ എററോ അതല്ലെങ്കിൽ ഫ്ലോസോ ഇല്ലാതെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഇൻ കേസ് ഇപ്പം ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് അപ്പോൾ ചെയ്യരുത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലും നമുക്ക് എംബാരസ്മെന്റ് ഉണ്ടാകും, നമുക്ക് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ പലപ്പോഴും ആ, ഇങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് വരുന്ന ആളുകൾ പലപ്പോഴും പറയുന്നത് ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ അറിയാമായിരുന്നു, പക്ഷെ ആ സമയത്ത് ബ്ലാങ്ക് ആയി പോയി എന്ന ഒരു ഉത്തരം പറയാറുണ്ട്, എന്നൊരു അനുഭവം പറയാറുണ്ട്. നമ്മൾ മൈൻഡ് ബ്ലാങ്ക് ആയി പോകരുത്. നമ്മൾ അവിടെ പ്രസന്റ് ആയിരിക്കണം, ബോത്ത് നമ്മുടെ ഫിസിക്കലി മെന്റലി നമ്മൾ പ്രസന്റ് ആയിരിക്കണം. നമ്മൾ അവരുടെ ചോദ്യങ്ങൾ കൃത്യമായി കേൾക്കണം. ആ സമയത്ത് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കരുത്. ഇപ്പൊ നമുക്കൊരു ആൻസർ നമുക്ക് പറയാം, ഒരു ചോദ്യത്തിന് നമ്മൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതി നമ്മൾ അവിടെ ബ്ലാങ്ക് ആയി പോകരുത്. അടുത്ത ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഈ ചോദ്യങ്ങൾ വരുന്നത് കൃത്യമായി ശ്രദ്ധിച്ചാലേ നമുക്കതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കൂടെ കൂടെ പാടൻ എന്ന് പറയാൻ അവസരം ഉണ്ടാക്കരുത്. അതല്ലെങ്കിൽ മനസ്സിലായില്ല ഒന്നുകൂടെ പറയണം എന്ന് വീണ്ടും വീണ്ടും പറയുന്ന തരത്തിലേക്ക് പോകരുത്. ചോദ്യത്തിനായിരിക്കണം നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സ് ബ്ലാങ്ക് ആയി പോകരുത്. നമ്മൾ മനസ്സ് ബ്ലാങ്ക് ആയി പോയാൽ ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കേൾക്കില്ല, നമുക്കത് കിട്ടില്ല. അപ്പോൾ അതിന് കൃത്യമായി ആൻസർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ, ഇപ്പൊ എത്ര പറഞ്ഞാലും കുറച്ചൊക്കെ നമുക്കത് ഉണ്ടാകും. എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആളുകളാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും ഒക്കെ ഒരു ഇന്റർവ്യൂ പോകേണ്ട മുമ്പിൽ പോയിട്ട്, പ്രത്യേകിച്ച് നമ്മളൊരു ജോലി ചെയ്യും, ജോലി വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി, ഒരു പൊസിഷൻ, അതിനുള്ള ഒരു ഇന്റർവ്യൂ. അപ്പം നമുക്കത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാകും. പക്ഷേ മനസ്സിലാക്കാൻ, നമുക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന് മുമ്പിൽ എത്തണമെന്നുണ്ടെങ്കിൽ, ഇന്റർവ്യൂവിന് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സമയത്തെ നമ്മുടെ പെർഫോമൻസ് പ്രധാനപ്പെട്ടതാണ്. നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ആ സമയത്ത് നമ്മൾ മെന്റലി എന്തായിരിക്കണം, ഓക്കെ ആയിരിക്കണം, കൂൾ ആയിരിക്കണം, കാം ആയിരിക്കണം. അപ്പം അതിനു വേണ്ടി നമ്മൾ ഇന്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ദീർഘ ശ്വാസമൊക്കെ എടുത്ത് ഡീപ്പ് ബ്രീത്ത് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഓക്കെ ആയിട്ട്, ഇപ്പൊ ദൈവവിശ്വാസമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ, പ്രാർത്ഥിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിനെ എങ്ങനെ നമുക്ക് ശാന്തമാക്കാൻ പറ്റുമോ അത്തരത്തിലൊക്കെ ചെയ്തിട്ട് അതിനകത്തേക്ക് കയറുക, നന്നായിട്ട് പെർഫോം ചെയ്യാം. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് വരാവുന്ന ചില ചോദ്യങ്ങൾ അതല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം നോ യുവർ സബ്ജക്റ്റ് തറലി എന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് നമ്മുടെ ടോപ്പിക്ക്, നമ്മുടെ വിഷയം ഇംഗ്ലീഷാണ്. നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത് ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ്. അപ്പോൾ നമുക്ക് ആ ഭാഷയെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ്, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. ഇപ്പോൾ HSAക്ക് പ്രിപ്പയർ ചെയ്ത ആളുകളാണ് പലരും, HSSTക്കും പ്രിപ്പയർ ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട്, പ്രധാനപ്പെട്ട ഓതേഴ്സുമായി ബന്ധപ്പെട്ട്, അവർ വർക്കുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തിയറീസ്, അതുപോലെ പെഡഗോജി ആണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും ഒക്കെ ഒരുവിധമൊക്കെ എല്ലാവരും പഠിച്ച ആളുകളാണ്. അതുകൊണ്ട് അതിനകത്ത് വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മേജർ ഓതേഴ്സ്, ഓരോ പീരീഡ് വെച്ചിട്ട് അതിനകത്ത് പ്രധാനപ്പെട്ട ഓതേഴ്സ്, അതുപോലെ ലിറ്റററി മൂവ്മെന്റ്സ്, ഓരോ ലിറ്റററി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഓതേഴ്സ്. അപ്പോൾ ഇതൊന്നും ഇനി വീണ്ടും ചെറിയ ഒരു സമയത്തിനകത്ത് നോക്കാത്ത ആളുകൾ വീണ്ടും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പ്രധാനപ്പെട്ടത് മാത്രം ഇനി നോക്കിയാൽ മതി. ഇപ്പോൾ ലിറ്റററി മൂവ്മെന്റ്സും അതുപോലെ മേജർ ഓതേഴ്സ്, അതുപോലെ ജാനേഴ്സ്. ഇപ്പോൾ പ്രത്യേകിച്ച് നോവൽസ് ഒക്കെ ആണെങ്കിൽ അതിനകത്തുള്ള ജാനറുകൾ, അത് പ്രധാനമായിട്ട് ഓർക്കുക. അതുമായി ബന്ധപ്പെട്ട് ഓരോ ജാനറിലുള്ള പ്രധാനപ്പെട്ട വർക്കുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഒരു ജാനർ, അപ്പോൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഓതേഴ്സ് വർക്ക്സ്, ഇതൊക്കെ ചോദ്യങ്ങൾ വന്നേക്കാം. അതുപോലെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത സിലബസിലെ പ്രധാനപ്പെട്ട വർക്കുകളുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ അതുപോലെ ലിറ്റററി കോൺസെപ്റ്റ്സ് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ അത്തരത്തിലുണ്ടായാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അപ്പം നമ്മൾ വളരെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ, സിമ്പിൾ സെൻറ്റൻസിൽ നമ്മൾ ചെയ്താൽ മതി. അതുപോലെ നമുക്ക് ഗ്രാമർ, ഫിനറ്റിക്സ്, ലിംഗ്വിസ്റ്റിക്സ്, ക്രിറ്റിസിസം, പെഡഗോജി, ഇതൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇപ്പം നമ്മൾ ഗ്രാമറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇപ്പോൾ ഹൈസ്കൂൾ ലെവലിലൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ ഉള്ള ബേസിക് ആയിട്ടുള്ള ഗ്രാമർ, ഫോർ എക്സാമ്പിൾ വോയിസ്, പാസീവ്, ആക്റ്റീവ്. ഒരു പക്ഷേ ഒരു ആക്റ്റീവ് സെൻറ്റൻസ് പറഞ്ഞിട്ട് അതിനെ പാസീവ് ആക്കാൻ പറഞ്ഞേക്കാം. അപ്പം അതിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം. അതുപോലെ
സ്പീച്ച്, ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ ഒരു ഡയറക്റ്റ് സ്പീച്ചിലെ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് അത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റാൻ പറഞ്ഞേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ടാഗ് ക്വസ്റ്റ്യൻസ്, വോയിസ്, സ്പീച്ച്, അതുപോലെ ആർട്ടിക്കിൾസിൻ്റെ ഒക്കെ ഉപയോഗം എന്നുവെച്ചാൽ പൊതുവേ നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പോൾ അതിനകത്ത് ഈ ആർട്ടിക്കിൾസിൻ്റെ ഒക്കെ ഉപയോഗം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോർ എക്സാമ്പിൾ THE, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷനിലെ വ്യത്യാസം, അതൊക്കെ പല ഇൻ്റർവ്യൂസിലും പലരും ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അത് അറിയണ്ടാകും. ഇപ്പോൾ ഒരു വേർഡ് വവൽ സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ ഉച്ചാരണം എന്ന് പറയുന്നത് ദി എന്നാണ്. അതല്ലെങ്കിൽ കോൺസണൻസ് ആണെങ്കിൽ ദ് അല്ലെങ്കിൽ ദ എന്നൊക്കെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് പഠിച്ചതിലൂടെ നമുക്ക് നേടിയെടുത്ത വിവരങ്ങളാണ്. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ. അതുപോലെ ഫൊണറ്റിക്സിൽ ലിംഗ്വിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ക്രിറ്റിസിസം. അപ്പോൾ ഇത് ആ ഇരിക്കുന്ന സബ്ജക്റ്റ് എക്സ്പേർട്ട് അവരുടെ ഒരു ഏരിയ ഉണ്ടാകും. ചില ആളുകൾ ഫൊണറ്റിക്സും അതുപോലെ ഗ്രാമറൊക്കെ ആയിരിക്കും, ലിംഗ്വിസ്റ്റിക്സ് ആയിരിക്കും അവരുടെ ഏരിയ, അല്ലെങ്കിൽ ക്രിറ്റിസിസം ആകാം. ഇപ്പം ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്തത് ഈ ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇപ്പോൾ ഡീകൺസ്ട്രക്ഷൻ, അതുപോലെ സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം. ആ ഇരിക്കുന്ന ആൾ എക്സ്പേർട്ട് ആ ഒരു ക്രിറ്റിസിസത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് വന്നു. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന എക്സ്പേർട്ടിനനുസരിച്ച് ആ ഒരു ഏരിയ മാറിയേക്കാം എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ സബ്ജക്റ്റ് കോണ്ടന്റുമായിട്ട് നമ്മുടെ സബ്ജക്റ്റുമായിട്ടുള്ള നമ്മുടെ അറിവ് ചെക്ക് ചെയ്യുന്ന ചോദ്യങ്ങളുണ്ടാകും. പിന്നെ ഒന്ന് ടീച്ചിങ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ടീച്ചർ ജോബിനാണ് നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് നോളജ് മാത്രമല്ല, നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും ഇൻ്റർവ്യൂവിൽ വരുന്ന മറ്റു ചോദ്യങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സിലാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്, 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ. ഇപ്പോൾ ഒരു ചോദ്യം അങ്ങനെ ആയിരിക്കാം, ഹൗ ഡു യു ടീച്ച് എ പോം ടു ക്ലാസ് 8 എന്ന് ചോദിച്ചേക്കാം. അപ്പോൾ ഇങ്ങനെ പോയട്രി, പ്രോസ്, ഗ്രാമർ ഇതൊക്കെ എങ്ങനെ പഠിപ്പിക്കും എന്ന ചോദ്യം നാം പ്രതീക്ഷിച്ചുകൊണ്ട് അതിനൊരു ആൻസർ കൃത്യമായിട്ട് നമ്മൾ കരുതി വെച്ചിട്ട് വേണം പോകാൻ. ഹൗ ഡു യു മോട്ടിവേറ്റ് വീക്ക് ലേണേഴ്സ് ചോദിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പല കുട്ടികളുണ്ടാകും. ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഉണ്ടാകും, വീക്ക് ലേണേഴ്സ് ഉണ്ടാകും, സ്ലോ ലേണേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകും. എങ്ങനെയാണ് ഈ വീക്ക് ലേണേഴ്സിനെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുക? അപ്പോൾ അതിനൊക്കെ കൃത്യമായ ഒരു ആൻസർ നമ്മൾ ആദ്യമേ നമ്മൾ പഠിച്ചു വെക്കുക. ആ സമയത്ത് നമ്മൾ ഓർത്ത് വെച്ചാൽ കൃത്യമായിട്ട് നമുക്കത് പറയാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട്, ഇപ്പോൾ വീക്ക് ലേണേഴ്സിൻ്റെ ഒരു ചോദ്യം വന്നാൽ ഇപ്പോൾ നമുക്ക് വീക്ക് ലേണേഴ്സ് ആരാണെന്ന് നമുക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം എവിടെയാണ് അവരുടെ ഇഷ്യൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഇഷ്യൂ അനുസരിച്ച് ഡിഫറൻഷിയേറ്റഡ് ടീച്ചിങ് മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ് വീക്ക് ലേണേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ഇൻക്ലൂസീവ്നെസ് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പുതിയ ഒരു മോട്ടോയാണത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ അത്തരം കുട്ടികളുണ്ടാകും, എല്ലാ ലെവലിലുമുള്ള കുട്ടികളുണ്ടാകും. അപ്പം ഇങ്ങനെ ഓരോ കുട്ടികളെ എടുത്തിട്ട് എങ്ങനെ അവരുടെ നീഡ്സ് നമ്മൾ കാറ്റർ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ, വളരെ ലളിതമായി, സിമ്പിളായി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. നമുക്ക് കൃത്യമായ ആൻസർ ഉണ്ടാകണം. ഇതൊക്കെ നമ്മൾ ആസ് എ ടീച്ചർ നമ്മൾ അതിന് പ്രിപ്പയർ ആണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും അവർ ഇംപ്രസ്ഡ് ആവുകയും ചെയ്യും. ഇപ്പോൾ മിക്സഡ് എബിലിറ്റി ക്ലാസ് റൂം പലപ്പോഴും നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകൾ അങ്ങനെയാണ്, മിക്സഡ് എബിലിറ്റി ക്ലാസ് റൂമുകളാണ്. എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും? ഇങ്ങനെയുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. അതുപോലെ പ്രധാനമായും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഈ ICT ഇൻ്റഗ്രേഷൻ. എങ്ങനെയാണ് നമ്മളൊരു ഇംഗ്ലീഷ് ക്ലാസ് റൂമിൽ നമ്മൾ ICT ഇൻ്റഗ്രേറ്റ് ചെയ്യാം? ഇപ്പോൾ നമ്മളൊരു പോം പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ആ പോത്തിൻ്റെ റെക്കോർഡ് നമുക്ക് കാണിക്കാം, അതിൻ്റെ റെസിറ്റേഷൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റ് പോംസ്. അപ്പം ഇങ്ങനെ എങ്ങനെയാണ് ICT നമ്മൾ ക്ലാസ് റൂമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട്? ഇങ്ങനെ ICTയുമായി ബന്ധപ്പെട്ട് ചോദ്യം പ്രതീക്ഷിക്കണം. മറ്റൊന്ന് പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റ്സ്, അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. EKCF, അതുപോലെ NCF തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ PM ശ്രീ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഈ കറണ്ട് ന്യൂസ് പേപ്പറുമായിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ ഈ ഒരു അടുത്തിടെ വന്ന ന്യൂസുമായിട്ട് എന്തായാലും നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം. പത്രം കൃത്യമായിട്ട് വായിക്കണം. PSC മെമ്പർ ഇത്തരത്തിലുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യും. പ്രത്യേകിച്ച് ഒരു പുതിയ ഗവൺമെൻറ് വന്നതാണ്. ആ പുതിയ ഗവൺമെൻറ്റിലെ പോർട്ട്ഫോളിയോസ്, മിനിസ്റ്റേഴ്സ്, അതിനകത്തുള്ള അവരുടെ വകുപ്പുകൾ,
അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാകും. അതുപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയ പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ ആ, ഈ ഓപ്പറേഷൻ ആ, തൂഫാൻ എന്ന് പറയുന്ന ലഹരി മാഫിയയെ പിടികൂടാനുള്ള കാര്യങ്ങൾ. അപ്പം അത്തരത്തിലുള്ള ന്യൂസുകൾ കൃത്യമായി, പ്രത്യേകിച്ച് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടത് നോക്കിയിട്ട് വേണം പോകാൻ. ന്യൂസ് പേപ്പറുമായി ബന്ധപ്പെട്ട് ഈ ഒരു സമയത്തെങ്കിലും, അങ്ങനെ ബന്ധമില്ലാത്ത ആളുകളാണെങ്കിൽ ഈ സമയത്തെങ്കിലും അതുണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ശിശുക്ഷേമ സമിതിയുടെ കുട്ടികളിലെ കുട്ടികളിലെ ലിപ്സ്റ്റിക് ഉപയോഗം തടയാൻ വേണ്ടിയിട്ട് ശിശുക്ഷേമ സമിതി ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത് ശിശുക്ഷേമ സമിതിയാണത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അതുപോലെ സ്കൂളുകളാണ് ഈ SPC JRC കേഡറ്റുകൾ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അതുപോലെ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ്, ഇപ്പോൾ നമ്മൾ പിന്തുടരുന്ന രീതി അതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം, അതിൻ്റെ ലേണിംഗ്, അതിൻ്റെ രീതികൾ. അതുപോലെ കണ്ടിന്യൂസ് അസസ്മെൻറ്റ്, CE വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ CEയും അതുപോലെ ഫോർമേറ്റീവ് അസസ്മെൻറ്റ്സ്, ഇത് തമ്മിലുള്ള വ്യത്യാസം, എങ്ങനെയാണ് CE അസസ്മെൻറ്റ്സ് ക്ലാസ്സുകൾ നടത്തുക. അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് അത്തരത്തിലുള്ള കുട്ടികളുടെ, വീക്കായിട്ടുള്ള ഡിസേബിൾഡ് ആയ കുട്ടികളുടെ നീഡ്സ് നമ്മൾ എങ്ങനെ അത് അക്കോമഡേറ്റ് ചെയ്യും. അതുപോലെ ICT എനേബിൾഡ് ലേണിംഗ്, അതുപോലെ ക്ലാസ്സും മാനേജ്മെൻറ്റ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ള കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള ചോദ്യങ്ങളാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. യു മസ്റ്റ് സ്റ്റേ അപ്ഡേറ്റഡ്. ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെ കറണ്ട് അഫയേഴ്സ്, അത് ഡെയിലി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. പ്രധാനപ്പെട്ട ദേശീയ അന്തർദേശീയ ഇവൻറ്റ്സ്, ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വേൾഡ് കപ്പ് ഓപ്പൺ ആവാൻ പോവാണ്. അപ്പോൾ അത് എവിടെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കാം. കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചേക്കാം. എവിടെയാണ് ഈ ഒരു ലോകകപ്പിൻ്റെ ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ വേദി, ഏതൊക്കെ രാജ്യങ്ങളിലാണ്, ലാസ്റ്റ് വിന്നർ ആരായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകണം. അതുപോലെ ഈ ഇസ്രയേൽ, അതുപോലെ ഇറാൻ ഒക്കെ ഉൾപ്പെടുന്ന വാർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ നാഷണൽ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ലിറ്റററി അവാർഡ്സ്, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ അവാർഡ്സ് നോക്കിയിട്ട് വേണം പോകാൻ. നൊബേൽ പ്രൈസ്, അതുപോലെ ബുക്കർ പ്രൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ആ വർക്ക് നോക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക വർക്കിനാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതുപോലെ കേരള എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്സ് ആൻഡ് സ്കീംസ്, നേരത്തെ സൂചിപ്പിച്ചു അത്. അപ്പോൾ ഇതൊക്കെ പത്രങ്ങളിൽ വരുന്നതാണ്, അപ്ഡേഷൻ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നോക്കണം. അത് ഈ PSC മെമ്പർ ഇത്തരത്തിലുള്ള ജനറൽ ക്വസ്റ്റ്യൻസിലാണ് ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ലോക്കൽ ബോഡീസ്, ഇപ്പം നമ്മുടെ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഇതൊക്കെ ഏതാണ്, അതൊക്കെ ഏതിലാണ് നമ്മൾ ഉൾപ്പെടുന്നത്, ഇതൊക്കെ നമുക്ക് ബോധമുണ്ടോ എന്ന് ചോദിക്കും. ചില ആളുകൾക്ക് വളരെ ഈ സബ്ജക്ട് നോളജ് വളരെ ഏറെ ഉണ്ടാകും, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാട് അതിനെ അറിയാത്ത ആളുകളുണ്ടാകും. അപ്പോൾ അതൊക്കെ അറിയുമെന്ന് ഒരു ടീച്ചർ, ടീച്ചർ നമ്മളതെല്ലാം അറിയേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ചില ആളുകൾക്ക് അറിയണ്ടാവില്ല. നിങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അറിയണ്ടാവില്ല, പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയണ്ടാവില്ല, MLA പോലും അറിയാത്ത ആളുകളുണ്ടാകും, നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി അറിയാത്ത ആളുകളുണ്ടാകും. ഇപ്പം എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ഈ ഗസ്റ്റ് ഡെയിലി വേജസിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത്, ഞങ്ങൾ ഇൻ്റർവ്യൂ ബോളിൽ ഇരിക്കുന്ന സമയത്ത് കുറേയേറെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുമ്പോൾ അറിയാത്ത ആളുകളുണ്ടാകും. അപ്പം അതുകൊണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാണ്. നമ്മൾ അങ്ങനെ ആയിക്കൂടാ. നിങ്ങൾക്കറിയില്ലെങ്കിൽ അത് അറിഞ്ഞിട്ട് വേണം ഇൻ്റർവ്യൂസിന് പോകാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റിൽ ചില കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ അവരതൊന്നും പറയില്ല, കാരണം ആ കാര്യങ്ങളൊന്നും എല്ലാവർക്കും അറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഒരു ബാഡ് ഇംപ്രഷൻ നമ്മളെക്കുറിച്ച് ഉണ്ടാക്കും. അതുപോലെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഏതൊരു ഇൻ്റർവ്യൂ ആണെങ്കിലും സാധാരണയായിട്ട് വളരെ യൂഷ്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സെൽഫ് ഇൻട്രൊഡക്ഷന് വേണ്ടി പറയുകയാണ്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നൊരു കാര്യമായിരിക്കും ചെന്ന് കയറുന്ന ഉടനെ തന്നെ പല ആളുകളും പറയുക. അപ്പോൾ ഒരു 1 മിനിറ്റ് ഇൻട്രൊഡക്ഷൻ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. നമ്മുടെ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, ടീച്ചിങ് എക്സ്പീരിയൻസ്, ഏരിയസ് ഓഫ് സ്പെഷ്യലൈസേഷൻ, ഇൻട്രസ്റ്റ് ഇൻ ടീച്ചിങ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ജെനുവിൻ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഏരിയാസ് ഓഫ് സ്പെഷ്യലൈസേഷനോ അതല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെ പറയുന്ന സമയത്ത് വെറുതെ നമ്മൾ അടിച്ചു വിട്ടാൽ
ചിലപ്പോൾ അടുത്ത ചോദ്യം പിന്നെ അതുമായി ബന്ധപ്പെട്ടാണ് വരിക. അപ്പം നമ്മൾ കൊടുക്കുന്ന ആൻസറിനെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടായിരിക്കണം. വെറുതെ നമ്മൾ പറയരുത്. നമ്മൾ കൊടുക്കുന്ന ആൻസറിൽ നിന്നായിരിക്കും അവരുടെ അടുത്ത ചോദ്യം ഉണ്ടാവുക എന്ന കാര്യം നാം ഓർത്തു വെക്കണം. അപ്പോൾ ചില കോമൺ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്: വൈ ഡു യു വാണ്ട് ടു ബിക്കം ആൻ HST ഇംഗ്ലീഷ് ടീച്ചർ? ആ ഒരു പ്രതീക്ഷിക്കാം. എന്താണ് നിങ്ങളുടെ പാഷൻ? എന്താണ്? എന്തുകൊണ്ട് നിങ്ങൾ ഇത് സെലക്ട് ചെയ്തു? വേറെ കുറേയേറെ പ്രൊഫഷൻസ് ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഒരു ടീച്ചർ ആകുന്നു? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അതിന് പ്രിസൈസ് ആയിട്ട് നമുക്ക് ആൻസർ ഉണ്ടായിരിക്കണം. അപ്പം നമ്മളൊരു ലക്ഷ്യമില്ലാതെയാണ് എക്സാം എഴുതിയതാണ്, ഏതെങ്കിലും ഒരു ജോലി ആ അർത്ഥത്തിലാണ് ഇതിന് പോകുന്നത് എന്ന ആൻസർ നമ്മളിൽ നിന്ന് വരരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ നമ്മുടെ ആൻസർ വളരെ പ്രിസൈസ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. നമ്മൾ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് എന്ന് അവർക്ക് തോന്നണം. അതുപോലെ ഒരു ഗുഡ് ടീച്ചറുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഗ്രാമർ കമ്മ്യൂണിക്കേറ്റീവ്ലി പഠിപ്പിക്കാം? നിങ്ങളുടെ ഫേവറേറ്റ് ലിറ്റററി വർക്ക് ഏതാണ് ചോദിക്കാം. ഫേവറേറ്റ് ഓഥർ ചോദിക്കാം, ലിറ്റററി വർക്ക് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ഓഥർ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഒരു ഓഥർ പേരാണ് പറയും. ചിലപ്പോൾ ആ ഓഥറെ കുറിച്ച് നമുക്ക് ഒന്നും അറിയണ്ടാവില്ല. നമുക്ക് പരിചയം ഉണ്ടാകും, ചില ഒന്നോ രണ്ടോ വർക്ക്സ് നമ്മൾ വായിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു വർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, അതിന്റെ പേര് നമ്മൾ ഫേവറേറ്റ് ഓഥറായി മാറിയതായിരിക്കാം. പക്ഷെ നമ്മൾ അവിടെ ഫേവറേറ്റ് ഓഥർ, ഫോർ എക്സാമ്പിൾ കീറ്റ്സ് നമ്മൾ പറയുന്നു. ഇപ്പൊ നമ്മൾ ഓഡോണ ഗ്രീഷ്യനാണ് വായിച്ചു, നമുക്കത് ഇഷ്ടമായി, നമുക്ക് കീറ്റ്സിനെ നമുക്ക് ഇഷ്ടമായി. നമ്മൾ ഫേവറേറ്റ് ഓഥർ ചോദിച്ചപ്പോൾ ജോൺ കീറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കുക, കീറ്റ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയും. എന്താണ് നെഗറ്റീവ് കേപ്പബിലിറ്റി? നമുക്കറിയാം, ചിലപ്പോൾ അറിയണ്ടാവില്ല. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കവിതയിലെ രണ്ട് വരികൾ പറഞ്ഞിട്ട് ഇത് ഏത് കവിതയാണ് ചോദിച്ചാൽ ചിലപ്പോൾ അറിയണ്ടാവില്ല. അദ്ദേഹം എത്രാമത്തെ വയസ്സിലാണ് മരിച്ചു പോയതെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അദ്ദേഹം ഏത് ജനറേഷൻ റൊമാൻറ്റിക് പീരീഡിലെ ഏത് ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ ആണോ സെക്കൻഡ് ജനറേഷൻ ആണോ, ഏത് ജനറേഷനിൽ പെട്ടതാണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പൊ ഇങ്ങനെ നമ്മൾ പറയുന്ന ആൻസർ ജെനുവിൻ ആയിരിക്കണം, നമുക്കതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഫേവറേറ്റ് ഓഥർ, അതുപോലെ ഫേവറേറ്റ് ലിറ്റററി വർക്ക് ഒക്കെ പറയുമ്പോൾ, ഇപ്പൊ ലിറ്റററി വർക്ക് ചോദിച്ചു, നമ്മളൊരു വർക്ക് പറഞ്ഞു, അതിനകത്തെ ക്യാരക്ടേഴ്സ് എന്താണ്, അതിന്റെ ക്ലൈമാക്സ് എന്താണ്, അത് ഏത് ജാനറിലാണ്, അതൊക്കെ ചോദിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് അങ്ങനെ ഫേവറേറ്റ് ഓഥർ ഇല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് ഓഥർ നിങ്ങൾ ഉണ്ടാക്കുക. ഏതെങ്കിലും ഒരു ഓഥർ നിങ്ങൾ ഫേവറേറ്റ് ആക്കുക, അയാളെ കുറിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അതുപോലെ വർക്ക് ആണെങ്കിലും അതുപോലെ. മറ്റൊരു വർക്കാണ് ഈ റീസെന്റ് നിങ്ങൾ വായിച്ചൊരു വർക്കിനെ കുറിച്ച് പറയാൻ മതി. നമ്മൾ റീസെന്റ് ആയിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം വായിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മൾ HSST അതുപോലെ HS അതിനൊക്കെ പ്രിപ്പറേഷനിലായിരുന്നു, നമ്മൾ വായിച്ചില്ല എന്ന് ജനുവനായിട്ട് നമുക്ക് ഫ്രാങ്ക് ആയിട്ട് പറയാൻ, വായിച്ചിട്ടില്ല എന്ന്. വായിച്ചു എന്ന് പറഞ്ഞാൽ ഏതാണോ വായിച്ചെന്ന് ചോദിക്കും, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതുപോലെ എങ്ങനെയാണ് ടെക്നോളജി ക്ലാസ് നമ്മൾ ഉപയോഗിക്കുക, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ സ്റ്റുഡൻസിന്റെ ലേണിംഗ് നിങ്ങൾ എങ്ങനെ അസസ് ചെയ്യും, അപ്പോൾ അസസ്മെന്റ്, ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് അസസ്മെന്റ്, അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സോ മറ്റൊന്ന് നമ്മുടെ ഹൗ വി ക്യാരി അവർ സെൽസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഡ്രസ്സും അതുപോലെ ബിഹേവിയറും. നമ്മൾ ഒരു പാർട്ടി വെയറും ധരിച്ചുകൊണ്ട് ഇന്റർവ്യൂവിന് പോകരുത്. വളരെ സിമ്പിൾ ആയിട്ട് ഫോർമൽ അറ്റയർ ധരിക്കണം. നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. നമ്മളെ ഡ്രസ്സ് കാരണം നമ്മൾ അവിടെ പോയിട്ട് ഈ ഇന്റർവ്യൂവിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ ഡ്രസ്സ് നേരാക്കുന്നതിലായിരിക്കരുത് നമ്മുടെ ശ്രദ്ധ. അപ്പൊ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയ ഡ്രസ്സായിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഫോർമൽ അറ്റയർ ധരിച്ചു പോവുക. ഏറ്റവും പ്രധാനം നമ്മുടെ കോൺഫിഡൻസ് ആണ്, അതുപോലെ നമ്മുടെ പ്ലസന്റ് ലുക്കാണ്. നമ്മൾ അവിടെ പോയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ടെൻസ്ഡ് ആണ് എന്ന തോന്നൽ അവർക്ക് ഉണ്ടാവരുത്. അപ്പോൾ വളരെ പ്ലസന്റ് ആയിട്ടിരിക്കുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. അത് തന്നെ നമുക്ക് നല്ല ഇംപ്രഷൻ കൊടുക്കും. മാത്രമല്ല ഈ ചോദ്യങ്ങൾ വളരെ മനസ്സാന്നിധ്യത്തോടെ കേട്ട് ഉത്തരം പറയാനും നമ്മളത് സഹായിക്കും. അപ്പോൾ ബി കോൺഫിഡന്റ് ഇമ്പോർട്ടന്റ് ആണ്, ബി പ്ലസന്റ്. അതുപോലെ ഗ്രീറ്റ് ദ ബോർഡ് റെസ്പെക്ട്ഫുള്ളി. നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് ഇപ്പൊ ഈ ടെൻഷന്റെ കാര്യത്തിൽ നമ്മൾ ചിലപ്പോൾ അതൊക്കെ മറക്കും. അപ്പൊ അതുകൊണ്ട് അവരെ ഗ്രീറ്റ് ചെയ്യണം. അതുപോലെ തിരിച്ചു പോകുന്ന സമയത്ത് താങ്ക് ചെയ്യണം. അപ്പോൾ ഒരു ചോദ്യം നമുക്ക് മനസ്സിലായില്ല, അപ്പോൾ വളരെ എന്താ പൊളൈറ്റ് ആയിട്ട് നമ്മൾ ഒന്നുകൂടെ ആവർത്തിക്കാൻ പറയാൻ നമുക്ക് അതൊന്നും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് കേൾക്കാതെ ചോദ്യം ഒന്നും നമ്മൾ ഉത്തരം വേറൊന്നായി പോകരുത്. നമ്മൾ കേട്ടില്ല എങ്കിൽ ഒന്നുകൂടെ അത് ആവർത്തിക്കാൻ പറയാം, മനസ്സിലായില്ല എന്ന് പറയാം, വീണ്ടും ആവർത്തിക്കാൻ പറയുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സോ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്: ദ ഇന്റർവ്യൂ ബോർഡ് ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ എ വാക്കിംഗ് എൻസൈക്ലോപീഡിയ. അത് നമ്മൾ ആദ്യം ഓർത്തു വെക്കുക.
നമ്മൾ ഈ ഇന്റർവ്യൂവിന് ചെന്നിരുന്ന ആളുകൾ എല്ലാം തികഞ്ഞവരാണ്, എന്ത് ചോദിച്ചാലും ഇവർ ആൻസർ പറയണം, അതിന് നമ്മൾ ബാധ്യസ്ഥപ്പെട്ടവരാണ് എന്നില്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല. അവര് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് അറിയാത്തതായിരിക്കാം. സോ ദേ ആർ ലുക്കിംഗ് ഫോർ എ ടീച്ചർ ഹു നോസ് ദ സബ്ജക്ട്, ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി ആൻഡ് ക്യാൻ ഇൻസ്പയർ സ്റ്റുഡൻസ്. അതാണ് ഒരു ടീച്ചറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ടീച്ചർ ആവാൻ നമുക്ക് കഴിയോ എന്നതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. സോ ബി കോൺഫിഡന്റ്, ബി ജെനുവിൻ ആൻഡ് ലെറ്റ് യുവർ പാഷൻ ഫോർ ടീച്ചിങ് സ്പീക്ക് ത്രൂ യുവർ ആൻസേഴ്സ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ആയിട്ട് എക്സാമിന് പോകും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അധികമായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.